സൈന്യത്തിലേക്ക് തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളിൽ നിന്ന് പ്രവർത്തിക്കുന്ന വിദേശികളെ ഉൾപ്പെടെ ചേർക്കാൻ സിറിയ ഗവൺമെൻറ് 3000-ലധികം വിദേശ സൈനികരെ സൈന്യത്തിലെ 84-ാം ഡിവിഷനിൽ ഉൾപ്പെടുത്താനാണ് സിറിയയിലെ അഹമ്മദ് അൽ ഷഹറ ഗവൺമെൻറ്റിൻ്റെ തീരുമാനം. ചൈനയിൽ നിന്നുള്ള ഉയ്ഗൂർ സമുദായക്കാരായ തർക്കിസ്ഥാൻ ഇസ്ലാമിക് പാർട്ടി എന്ന TIP എന്ന സംഘടനയിൽപ്പെട്ട അംഗങ്ങളെയാണ് സിറിയയിലെ സൈന്യത്തിലേക്ക് അഹമ്മദ് അൽ ഷഹറ സിറിയൻ സൈന്യത്തിലേക്ക് ചേർക്കുന്നത്. ഒരു വലിയ വിഭാഗം ജിഹാദി ഉയ്ഗൂർ എന്നറിയപ്പെടുന്ന ഉയ്ഗൂറുകളും ചൈനയിലെ ഷിൻജിയാങ് പ്രവിശ്യയിലാണ് ജീവിക്കുന്നത്. കൂടാതെ TIP നേതാവ് അബു മുഹമ്മദ് അൽ തുർക്കിസ്ഥാനിയെ 133-ാം ഡിവിഷൻ കമാൻഡറായും ഇതിനോടകം നിയമിച്ചു കഴിഞ്ഞു. TIP ചൈനയുടെ നിരോധിത പട്ടികയിൽ ഉൾപ്പെട്ട ഒരു സംഘടനയാണ്. സിറിയയുടെ നവീകരിച്ച സൈന്യത്തിൽ തീവ്രവാദ സ്വഭാവമുള്ള നിരവധി ആളുകളും അതുപോലെ വിവിധ സംഘടനകളിൽപ്പെട്ടവരും കടന്നുകൂടിയിട്ടുള്ളതായി റിപ്പോർട്ടുണ്ട്. ആസാദ് ഭരണത്തിന് അന്ത്യം കുറിച്ച HTS നേതൃത്വം നൽകിയ തീവ്രവാദ സ്വഭാവമുള്ള വിവിധ ഗ്രൂപ്പുകളെ പുതിയ സർക്കാരിന്റെ ഭാഗമായി പ്രവർത്തിച്ചു വരുന്നു. ചൈനയിലേക്ക് മടങ്ങാനാകാത്ത തീവ്രവാദികളായ ഉയ്ഗൂർ ആളുകളെ സൈന്യത്തിൽ ചേർക്കുന്നത് അവർ ഒരു സ്വതന്ത്ര സൈന്യം രൂപീകരിക്കാതിരിക്കാൻ വേണ്ടിയാണ് എന്നുള്ള ന്യായമാണ് സിറിയ നൽകുന്നത്. അതേസമയം സിറിയയുടെ ഈ നീക്കം സിറിയ ചൈന ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്താൻ സാധ്യതകൾ ഏറെയാണ് കാണുന്നത്. ഇന്ത്യയും ചൈനയും സിറിയയുടെ ഈ നീക്കത്തെ ശക്തമായി നിരീക്ഷിക്കുന്നുണ്ട്. സിറിയൻ നീക്കത്തിന് അമേരിക്കൻ പിന്തുണയുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.